പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ സാഗർ. മാത്രവുമല്ല, ഇതേ തുടർന്ന് സാഗർ തിരിച്ചടി കൊടുത്തേ മതിയാകൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി സാഗർ കേസ് പിൻവലിക്കാൻ തയ്യാറായി എത്തുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബലരാമനെ. ഇതേ തുടർന്ന് സുമിത്രയുടെ വോയിസ് ഉപയോഗിച്ചുകൊണ്ട് ഭാഗ്യശ്രീ ഫോൺ വിളിക്കുകയാണ് SIയെ. അതെ, എനിക്ക് ബലരാമനോട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങൾ അവനൊന്ന് ഫോൺ കൊടുക്കുക. ഓ ശരി സുമിത്ര മാഡം, അതിനെന്താ, ബലരാമൻ ഇവിടെ തന്നെയുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഫോൺ ബലരാമന് കൈമാറുന്നു. ഇതോടെ ബലരാമനോട്, ചേട്ടാ ഇത് ഭാഗ്യയാ. ആ എന്ത് പറ്റി മോളെ? ചേട്ടനെ ഇവരെല്ലാരും കൂടി പറ്റിക്കുകയാണ്. ചേട്ടനെ ജാമ്യത്തിലെടുക്കാൻ വരുന്നത് മറ്റാരുമല്ല, പിന്നെ ആരാ? അത് ഞാൻ തന്നെ ആയിരിക്കും. അത് പേടിക്കണ്ട ചേട്ടാ. അല്ലാതെ സാഗറൊന്നും അവിടേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തായാലും എനിക്ക് കഴിയുന്നത് പോലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്. ചേട്ടൻ അബദ്ധത്തിൽ ചെന്ന് ചാടാതെ നോക്കിക്കോളൂ. ഇത് കേട്ടതിനെ തുടർന്ന്, ശരിടി, ഞാൻ എന്തായാലും എൻ്റെ രീതിയിൽ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം, നീ പേടിക്കാതിരിക്കെ. ഇതോടെ ഭാഗ്യ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ്. മണ്ടത്തരമൊന്നും കാണിക്കാൻ പാടില്ലല്ലോ. ബുദ്ധിപൂർവം കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയും വേണം. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് അവൾ. ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് കൃഷും മുന്നിലേക്ക് എത്തുന്നു. എന്തുകൊണ്ടാണ് അച്ഛനിൽ ഈ മാറ്റം ഉണ്ടായിരിക്കുന്നത്? ഈ കാര്യം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. ഒരിക്കലും ബലരാമനെ ജയിലിൽ നിന്ന് ഇറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അവൻ ഇറങ്ങിയാൽ എൻ്റെ കുടുംബം തന്നെ മൊത്തത്തിൽ നശിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കേൾക്കുന്ന മഹേഷ് ആകട്ടെ, സഹായിക്കാൻ ഞാൻ ഉണ്ടാകും. എന്തായാലും ഇൻഫർമേഷൻ ഞാൻ തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് തരാമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് മുന്നിലേക്ക് പോയിട്ടുള്ളത്. ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ ആ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന സാഗർ ഇപ്പോൾ കംപ്ലൈന്റ് പിൻവലിച്ചിരിക്കുകയാണ്. ഇതോടെ ഒടുവിൽ പുറത്തെ ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള മാർഗം തെളിയുകയാണ് ബലരാമന്റെ മുന്നിൽ. പക്ഷേ ഇതോടെ രംഗം കൂടുതൽ വഷളാവുകയാണ്. ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കൺമണിയും അവിടേക്ക് കടന്നു വരുന്നത്. മാനസ ഇരുവരെയും പിരിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രവുമായി ആൻറ്റിയമ്മയുടെ അടുത്തേക്ക് വരികയും, കൃത്യമായ പ്ലാനാണ് ഞാനിവിടെ നടത്താൻ പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ആൻറ്റിയമ്മ എന്തിനും തയ്യാറായി കൂടെ നിൽക്കുകയാണ്. അപ്പോഴാണ് പുതിയൊരു ശത്രു മുന്നിലേക്ക് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ട് കയറി വരുന്നത്. ഇതിനിടയിൽ കൃഷിനെയും കൺമണിയെയും തകർക്കണം എന്നുള്ള ലക്ഷ്യവുമായി എത്തുകയാണ് വരുണും. ഇതോടെ രംഗം കൂടുതൽ ടൈറ്റ് ആകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.